കാരണം നമ്മൾ കവരത്തിയിലെ ലൈറ്റ് ഹൗസിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് കിണറിൽ റിങ് നോക്കിയാൽ മതി. ഇപ്പം അങ്ങനെ ഒരു അറ്റം കാണാനില്ല കേട്ടോ. എത്രയോ ദൂരം നമ്മൾ ഇവിടെ നടന്നു പോകട്ടോ. എന്താ 150 ആയപ്പോഴേക്കും നമ്മൾ ഇത്ര എന്തോ അടിയിൽ മുകളിൽ നോക്കുന്ന മാതിരിയല്ല, അടിയിൽ നോക്കുമ്പോൾ യെസ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കവരത്തി മൊത്തം കാണാൻ കഴിയും. കടലും മാത്രം. നമ്മളെ ഈ കര കണ്ടോ, ഇങ്ങനെ കര പോയി അതിൻ്റെ 4 പുറമൊക്കെ കടല, 4 പുറമൊക്കെ കടല. ഇത് നമ്മൾ ഷിപ്പ് എടുക്കുന്നതാണ്. തിരമാലയൊക്കെ നോക്കിയൊക്കെയാണ് വരുന്നത്. ഇതാണ് അടിയിൽ നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ വന്നപ്പോൾ കൂടുതലും കേട്ടതില്ലേ ഈ ഒരു മക്കാമിനെ കുറിച്ചാണ്. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഫൈസൽക്ക് പറഞ്ഞുതരും. ഇവിടെ ഏറ്റവും കൂടുതൽ കറാമത്ത് കാണിക്കുന്ന ഒരു പള്ളിയാണ് കവരത്തിയിലെ. ലക്ഷദ്വീപിലത്തതും ലോകത്തിലതും എല്ലാവരും ഇവിടെ വന്ന് സിയാർത്ത് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ആരും ഇവിടെ പള്ളിയിൽ വരാതെ ആരും പോകാറില്ല. കൂടുതൽ ഇവിടുത്തെ കറാമത്തുകളെല്ലാം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. ഇത് 3 കോണിയുണ്ട് കയറാനുള്ള. ഒരു നമ്മൾക്ക് കയറാൻ പാടില്ല. നമ്മൾ ആ റോസ് കെട്ടിയിട്ടുള്ള ഞാൻ വെള്ളത്തിന്റെ ഒരു നേർച്ചയുള്ള വെള്ളമാണ്, കുട്ടികൾക്ക് മാത്രം യൂസ് ചെയ്യുന്നത്. അത് 3 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് കുട്ടികളെ കുളിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളെല്ലാം മാറുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലൊരു കിണറില്ല. ഉള്ളിൽ കിണറിന് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അതെന്താ സംഭവം? അതിൽ മുഹമ്മദ് ഖാസിം വലിയുള്ള ഞങ്ങള് ഓലെടുക്കാൻ മാത്രം യൂസ് ചെയ്ത കിണർ. നേർച്ചയുടെ വെള്ളമാണ്. ഇപ്പം കുളിക്കൽ ഒന്നുമില്ല, കുടിക്കാൻ മാത്രം യൂസ് ചെയ്യുന്നത്. അതിൽ കാക്കയില്ലാത്ത ഒറ്റ കാരണം അതിൻ്റെ ഉള്ളിൽ ഓലെടുക്കുന്ന സമയത്താണ് തലപ്പാവിൽ തൂറിയത്. അന്ന് വേണ്ടെന്ന് പറഞ്ഞാണ്. കാക്ക വേണ്ട. ഈ ദ്വീപില് കാക്കയില്ല. വരുന്നുണ്ട്, പക്ഷെ അത് വളരെ ചുരുക്കത്തിൽ പിന്നെ അത് ഗർഭിണികൾക്കൊക്കെ അത് ഇവിടത്തെ ഒരു പാത്രമുണ്ട്. അത് വേറൊരു വീട്ടിലാണുള്ളത്. മുക്കുറിയിലം എന്ന് പറഞ്ഞൊരു വീട്ടിലാണ് അതുള്ളത്. അത് നമ്മൾക്ക് പോയിട്ട് കാണാം. പോയിട്ട് കണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് വെള്ളം ഒരു കുപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിടാം. അങ്ങനെയൊക്കെയാണ് ചരിത്രം. നടുവിലൊരു കോണിയിൽ കയറാൻ പറ്റൂല. നമ്മൾ ആരും കയറാത്തതാണ്. അവര് മുഹമ്മദ് ഖാസിം ഞങ്ങള് മാത്രം, പിന്നെ പെരുന്നാളും ദിവസങ്ങൾ മാത്രം. അപ്പൊ ഇതിലിങ്ങനെ കേറുമ്പോ എന്തൊക്കെ ഇവിടെ കുറെ ബോർഡുകൾ എഴുതി വെച്ചിരുന്നു. ഒരുപാട് റൂൾസ് മുമ്പുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞാൽ, അതായത് പുകയില ഉൽപ്പന്നം കൊണ്ട് ഇത് പാടില്ല, പിന്നെ ഹാഫ് ട്രൗസർ ഇടാൻ പാടില്ല, അച്ചടക്കം വേണം, പിന്നെ ശരീരം ശുചിയായിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് പള്ളി കയറുന്നത്. അതെല്ലാം എഴുതി വെച്ചതാണ് ആ കാര്യങ്ങൾ. അത് വായിച്ചിട്ട് നമ്മൾക്ക് അറിയാത്തവർ കയറിയാലും ബുദ്ധിമുട്ടാവും. ചെറിയ വട്ടത്തില് അന്നൊന്നും പീരാന്തായിട്ട് ഓടിയെന്ന് പറഞ്ഞാൽ അത് ഈ പുകയില കൊണ്ടുവന്ന് കയറിയാണ്. അയാൾ പരീക്ഷിച്ചാണ് ശരിക്കും പറഞ്ഞാൽ. അത് കാണിച്ചു കൊടുത്തവർക്ക് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ഒരുപാട് ചരിത്രം അല്ലേ? ഭയങ്കര ചരിത്രമുള്ള സ്ഥലം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊത്തുപണികളൊക്കെ എടുത്ത ഉണ്ട്. കൊത്തുപണികളുണ്ട്, കുറേ കാര്യങ്ങളാണ്. കൊത്തുപണി ഉണ്ടാക്കി ഇവിടുത്തെ ഒരു കേൾത്ത ഒരാളാണ്. അയാൾ ഉണ്ടാക്കിയിട്ട് അയാള് ഇത് സ്ത്രീകൾക്ക് മാത്രമേ കയറാനുള്ളത്, പുരുഷന്മാർക്ക് വേറൊരു കോണി അപ്പുറത്തുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ നേരെ പോയത് ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ. അതായത് ഡയാലിസിസിൻ്റെ ഒരു ഇത്. അപ്പോൾ അവരിന്നോട് എന്തായാലും ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വന്ന് കണ്ട് ഒരുപാട് കാഴ്ചകൾ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കൂട്ടായ്മ ചേർന്ന് നടത്തുന്നൊരു സ്ഥാപനമുണ്ട്. ഒരാളിൽ നിന്ന് 1 രൂപ പോലും പേഷ്യൻ്റിൽ നിന്ന് വാങ്ങാതെ ഇവർ അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് ഇത്ര കാലമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പള്ളിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അറിയാത്ത നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ കണ്ട് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കവരത്തിയിലുള്ള ഏതാ ഹോസ്പിറ്റൽ? ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഏത് നാട്ടിൽ പോകണമെങ്കിൽ ഓരോ സംഭവങ്ങൾ ഞാൻ റിസർച്ച് ചെയ്യലുണ്ട്. അപ്പം എനിക്ക് ഇതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി. കാരണം ഒരുപാട് പേഷ്യൻസിന് അല്ലേ? എത്ര വർഷമായി തുടങ്ങി?
ഇത് 2013 2013. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഡയാലിസിസ്. ഓക്കെ. നമുക്ക് മൊത്തം എത്ര സ്റ്റാഫ് വരുന്നത്? 4 പേര്. നമുക്ക് ഇവിടെ തന്നെ നമ്മളൊക്കെ വീഡിയോ കാണലുണ്ടോ? നമ്മളെ വീഡിയോ കാണലുണ്ടോ? കാണലുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും മൊത്തം നമുക്ക് എത്ര പേഷ്യൻസ് വരുന്നത്? 10 പേഷ്യൻസ് ഉണ്ട്. ഒക്കെ ഡയാലിസിന്റെ ഉണ്ട്. നമുക്കതല്ല, നമുക്കിപ്പോ ഈ പേഷ്യൻസിനൊക്കെ നമുക്ക് ഇവിടെ ബിൽ ചാർജ് വരുന്നുണ്ടോ? ഫുള്ള് ഫ്രീ ആണ്. ജനങ്ങൾ തരുന്ന എന്തെങ്കിലും പൈസ കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്ര കാലമായിട്ട് അതിന് മുടക്കം പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഞാനിത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞുതരാം അല്ലേ? എന്തായാലും നമ്മൾക്ക് ഇവിടെ ഇല്ലാതെ 2 യൂണിറ്റ്, ഇപ്പൊ അകത്തിലൊരു യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ കടമത്തിൽ നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ റംസാൻ കഴിഞ്ഞ ഉടനെ അത് സ്റ്റാർട്ട് ചെയ്യണല്ലേ? അപ്പൊ എന്തായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ. ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളും ആളുകൾക്കുള്ള ഹെൽപ്പും നമ്മളെക്കാൾ പറ്റുന്നത് അല്ലേ? ഇതിപ്പോ നടത്തുന്ന ടീമിന്റെ പേര് പുഷ്പ ഓർഗനൈസേഷൻ. പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുഷ്പയും ശാന്തി മെഡിക്കൽ രണ്ടുപേരും കൂടിയാണ് സ്ഥാപനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഇനി അങ്ങോട്ടും ബുദ്ധിമുട്ട് വരരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവരെ കൈ കൊണ്ടാണ് നമ്മളിങ്ങനെ കഴിഞ്ഞോണ്ട് പോകുന്നത്. കരയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇത് ഇവിടെ എന്തായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ. ഇതിൽ കയറിയപ്പോഴുള്ള കാഴ്ചകളാണ് കണ്ടത്. അപ്പൊ ഇനിയിപ്പോ റംദാനും എല്ലാം വരികയല്ലേ? അപ്പോൾ സക്കാത്തും സദക്കൊക്കെ കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഏത് നാട്ടിലോ എന്നുള്ളതല്ല, അതിന് അത്യാവശ്യപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതാ ഈ പുഷ്പ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ് അത്. എത്രയോ രോഗികൾക്ക് എത്രയോ ഹെൽപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ അവരെ കോൺടാക്ട് നമ്പർ ഉണ്ട്, സ്കാൻ കാർഡ് ഉണ്ട്. ഇതിലിപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വെള്ളിയാഴ്ച ജുമാ നമ്മുടെ ലക്ഷദ്വീപിലാണ് അല്ലേ? ഓരോ നാട്ടിൽ ഓരോ അല്ലേ? അല്ല, ജുമ്മക്ക് ഓരോരുത്തർ എല്ലാം ഓരോ മാതിരി തന്നെ ആവും. പക്ഷെ നമ്മൾ എത്തിപ്പെടുന്നത് അല്ലേ ഇവിടെ നമ്മുടെ കയ്യൊപ്പ് എന്ത് നമ്മളെ അല്ലേ? ഇന്നത്തോടെ നാളെ നമ്മള് നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പൊ ഒരു വെള്ളിയാഴ്ച നമുക്കിവിടെ കയറാനുള്ള ലക്ഷദ്വീപിലെ എന്തായാലും ഒരുപാട് കാഴ്ചകളും ഒരുപാട് ഓർമ്മകളും ഒരുപാട് എന്താ പറയുക, മനസ്സിന് നമുക്ക് മറക്കാനും ഇതാക്കാനും പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പള്ളിയിലോട്ട് കയറാം. അങ്ങനെ പള്ളിയൊക്കെ പിന്നെ നല്ല ബിരിയാണി കഴിക്കാണ്. ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം എന്തിൻ്റെ ഒപ്പം മീൻ കൂട്ടുണ്ട് അല്ലേ? കാരണം ഇവിടുത്തെ മീൻ സ്പെഷ്യലാണ്. ഞാനങ്ങനെ പൊതുവെ മീൻ കൂട്ടാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാത്തിനും മീൻ വേണം ഗൈസ്. ചിക്കൻ ബിരിയാണി, മീനും എല്ലാവരും ബിരിയാണി. പള്ളിക്ക് ഇങ്ങനെ 4ാമത്തെ ദിവസമാണ് നമ്മുടെ ലക്ഷദ്വീപിൽ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ പുലർച്ചെ നമ്മുടെ നാട്ടിലോട്ട് തിരിക്കുകയാണ് 1-ാം തീയതി. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന ചിലപ്പോൾ ഒരു ഭാഗ്യം കിട്ടാൻ വകുപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ചിലപ്പോൾ ഇവിടെ മാസം കാണാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാനൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോമ്പെടുത്തിട്ടാവും അങ്ങോട്ട് വരിക. ഓക്കെ, ഒരു നോമ്പ് നമുക്ക് എക്സ്ട്രാ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം എന്തായാലും അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ടാവും വൈകുന്നേരത്ത് ദ്വീപിൽ, അതായത് ബീച്ചിൽ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി നിൽക്കും. അത് അതിന് ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അത് വൈകുന്നേരത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലക്ഷദ്വീപിൽ വന്നിട്ടുള്ള നമ്മുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിയാണ്. എനിക്ക് കൂടുതലൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. മൊത്തത്തിൽ 4 ദിവസം നമ്മൾ ടെൻഷനുകളും എല്ലാം മറന്ന് നമ്മൾ അടിപൊളിയായി നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ടൊന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ഒഴിച്ചിട്ടോ, അതായത്
വീട്ടിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ മോളെ കളിയും ചിരിയൊക്കെ നമുക്ക് നന്നായിട്ട് മിസ്സാവുന്നുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ആളുകളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ സൂപ്പറാണ്. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല. കാരണം ഇവിടെയൊക്കെ നാട്ടുകാർ അവിടുന്ന് ഇങ്ങോട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുവരികയാണ് കപ്പൽ വഴി. കാരണം ഇവർക്ക് കപ്പലിൽ സാധനങ്ങൾ എത്തിയാലാണ് ഇവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എന്തിന് നമ്മുടെ വീട് പണിക്കുള്ള സിമെന്റ് ആണെങ്കിലും മണലാണെങ്കിലും മെറ്റലാണെങ്കിൽ പോലും കടൽ വഴി ഇവർക്ക് വരണം. ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കാണാൻ അല്ലെങ്കിൽ ഒരാഴ്ച കപ്പൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം താളം തെറ്റും. ഓക്കെ, പിന്നെ എല്ലാ വീട്ടിലും നമ്മളിപ്പോൾ ഇന്റീരിയറിന്റെ സെക്ഷനിൽ പോയപ്പോൾ എല്ലാ വീട്ടിലും അവർ ഓരോ അറകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓരോ അറകളിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. എന്താണെന്നുണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവർ ഏത് നിമിഷം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാം ചെയ്തു വെക്കുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞാൻ കണ്ട കാര്യങ്ങളോട്ട് പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിലെ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടീനായി ചിലപ്പോൾ വൈകുന്നേരം സീരിയലോ സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചിലവഴിക്കും. പക്ഷെ ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണികളും കഴിഞ്ഞ് കുടുംബത്തോടു കൂടി ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യുക. അതിനായിട്ടൊരു സമയം അവരവിടെ കണ്ടെത്തുന്നുണ്ട്. വേറെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ സംഭവം നല്ല അടിപൊളി ലൈഫാണ്. പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ പൈസ വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്ന സ്ത്രീധനം. പക്ഷെ ഇവിടെ ആണുങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അത് ചില്ലറ പൈസ ഒന്നുമല്ല, നല്ല എമൗണ്ട് കൊടുക്കണം. 20 പവൻ 25 പവൻ അല്ലെങ്കിൽ 20 ലക്ഷം അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം എന്തായാലും നമ്മുടെ നാട്ടിലാണ് ഈ സിസ്റ്റം എന്നുണ്ടെങ്കിൽ ഒരാൾ പെണ്ണിട്ടൂല കേട്ടോ. ഓക്കെ, കാരണം പൈസ കൊടുത്തിട്ട് ആരും തലവേദന വാങ്ങി വെക്കൂലല്ലോ. വെറുതെ പറഞ്ഞാൽ ജോക്ക്. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനെ തലവേദന എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഫ്രഷ് മീൻ, അതായത് നമ്മളെ കടലിൽ നിന്ന് പിടിക്കുക, കൊണ്ടുവരിക, കട്ട് ചെയ്യുക. അതായത് ചോര പോലും വരുന്നതിന് മുന്നേ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. ഐസിൽ വെക്കണം, അമോണിയ ഒരു പരിപാടിയില്ല. അതുകൊണ്ടൊക്കെ മീനൊക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ മീനിന് പിന്നാക്കം നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ മീനിൻ്റെ കറികൾ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒരുപാട് മീനച്ചാറുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് നാട്ടിലേക്ക്. ഞങ്ങൾ എല്ലാവരും വാങ്ങിക്കട്ടെ. ആകെ അത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം ഇവിടുത്തെ കൊണ്ടുപോകാൻ അതാണ് വെറൈറ്റി ആയിട്ടുള്ളത്, വേറെ ഒന്നും. കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് എല്ലാം ഇവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ലക്ഷദ്വീപിലെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫാമിലി വീഡിയോസിനാണ് കൂടുതൽ കാണാൻ ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം അത് നമുക്ക് നമ്മുടെ വ്യൂസിൽ അറിയാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ ഇനി എന്ത് കടലിൽ ഉൾക്കടലിൽ കാണിച്ചെടുത്താലും കാര്യമില്ല, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണ് ആൾക്കാരുള്ളത്. പക്ഷേ ഇതൊക്കെ എനിക്കൊരു ഡോക്യുമെൻ്ററി, ഒരു ഡയറി എന്നുള്ള നിലക്ക് മാത്രം ഞാൻ എടുത്തു വെക്കുന്നതാണ് കേട്ടോ. ഏതെങ്കിലും കാലത്ത് നമുക്ക് കാണാം എന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാമിലീനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടും വരണം. കൂടുതൽ ദിവസം നിൽക്കണം, ഒരുപാട് കാര്യങ്ങൾ കാണണം, ഒരുപാട് കാഴ്ചകൾ കാണണം, ഒരുപാട് ജീവിതം പഠിക്കണം. ഇവിടുത്തെ ആളുകളെയൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. എന്തായാലും മൊത്തത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാം കൊണ്ട് റാഹത്താണ്. നൈറ്റ് കുറച്ച് പരിപാടികളുണ്ട്, അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി വെസലിൽ പോയി ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തി ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം എന്നാലും ഈ വീഡിയോ എത്രയുള്ളൂ. ഞാൻ പിന്നെ നേരത്തെ ഡയാലിസിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പം നിങ്ങളാൽ കൊണ്ട് കഴിയും, നിങ്ങൾ എന്തെങ്കിലും മനസ്സിലേക്ക് ആർക്കെങ്കിലും കൊടുക്കണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദയവീത് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്തായാലും അടുത്തവരെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ് ലക്ഷദ്വീപിലുള്ളത് എന്നുള്ളത് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.